ഹലോ കൂട്ടുകാരെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ, നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ചിലപ്പോൾ നാം അല്ലാതെ ആയിട്ട് പെരുമാറുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് അഹങ്കാരമൊക്കെ കയറി വരും. നാം എന്തൊക്കെയോ ആയി എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് അഹങ്കാരം കയറി വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, എല്ലാ മനുഷ്യർക്കും ഈ പറഞ്ഞ സംഭവം കയറി വരുന്നതാണ്. നിങ്ങൾ അന്നേരം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ക്യാൻസർ രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ തകർന്നടിയുന്നൊരു നേരമുണ്ട്. കാരണം സമ്പത്തുണ്ടായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാതായിരുന്നിട്ടും ഈ ക്യാൻസർ ഹോസ്പിറ്റലുകളിൽ അവർ പോകുന്നൊരവസ്ഥയുണ്ട്. നീറി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വേദനിച്ചും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൊച്ചുങ്ങളുണ്ട്, യുവാക്കളുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചിന്തിക്കുക ഇടയ്ക്കിടയ്ക്ക്. കാരണം നമ്മൾ എന്തൊക്കെയോ ആണെന്ന് കണ്ടിട്ടാണല്ലോ നമ്മൾ ഈ പ്രഹസനങ്ങൾ കാണിക്കുന്നത്. അപ്പം അന്നേരം ഇവരൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ കോമ സ്റ്റേജിൽ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല രീതിയിലും ജീവിച്ചിരുന്ന വ്യക്തികളാണ്, പക്ഷേ ഇന്ന് കോമ സ്റ്റേജിലാണ്. ആ വ്യക്തികളെ പറ്റി ഒന്ന് ചിന്തിക്കുക. അതുമല്ലെങ്കിൽ ആരുമില്ലാതെ അനാഥാലയങ്ങൾ വളരുന്ന കുറേ കുട്ടികളുണ്ട്, അനാഥരായി ജീവിക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട്. അവരെയൊക്കെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അന്നുറഞ്ഞു പൊങ്ങുന്ന ആ ഒരു അഹങ്കാരത്തിൻ്റെ ചിന്തകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പതുക്കെ അടങ്ങും. കാരണം നമ്മുടെ ഉള്ളിൽ നിന്നാണ് അത് രൂപപ്പെട്ട് വരുന്നത്, നാം എന്തൊക്കെയാണെന്നുള്ളത്. ചില സന്ദർഭങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു നേരിയൊരു ഇത് വരികയാണെങ്കിൽ അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും. കാരണം അവിടെ ചെല്ലുമ്പോൾ പതുക്കെ പൊങ്ങി വന്ന അഹങ്കാരത്തിൻ്റെ ചികളകളൊക്കെ ഉണ്ടല്ലോ, പതുക്കെ ഒന്ന് കെട്ടടങ്ങും. ഇടയ്ക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊക്കെ ഒന്ന് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. താങ്ക് യു.